എന്തെല്ലാം വെല്ലുവിളികൾ നേരിട്ടിരുന്നത്? കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് നിങ്ങളെല്ലാവരും ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ പ്രകൃതി മൊത്തം നിങ്ങൾക്കെതിരെ ഗൂഢാലോചന ചെയ്യുമെന്ന് പറയും. അതായത് നമുക്ക് നേടിയെടുക്കാനുള്ളത് വലിയ കടമ്പയാണ്, അല്ലെങ്കിൽ നമുക്ക് കടന്നു പോകാനുള്ളത്. അതിനിടയിൽ ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ പ്രായത്തിൽ എനിക്ക് തോന്നിയ പോലെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ചില കൺഫ്യൂഷൻസ് വരും. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഡിലെമ എന്ന് പറയും. അതായത് ഞാൻ ആദ്യത്തെ എക്സാം ക്ലിയർ ചെയ്ത് നിൽക്കുമ്പോഴാണ് 2023 എൻ്റെ ഫസ്റ്റ് കസിൻ്റെ കല്യാണം വരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇതായി. കുടുംബക്കാർ മൊത്തം നാട്ടിലുണ്ട്, പക്ഷെ ഞാൻ മാത്രമില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് പ്രിപ്പയർ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ പരീക്ഷയുടെ ദിവസമായിരുന്നു കല്യാണം. എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി അവർക്ക് കല്യാണം മാറ്റി വെക്കാനോ കല്യാണത്തിന് വേണ്ടിയിട്ട് പരീക്ഷ മാറ്റി വെക്കാനോ പറ്റില്ലല്ലോ. സോ ആകെയുള്ളത് ഞാനൊന്ന് ചെറുതായിട്ട് സാക്രിഫൈസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് ഫാമിലി ഫങ്ഷൻസ് എനിക്ക് മിസ്സാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇവൻറ്റ്സ് ഒക്കെ എനിക്ക് മിസ്സാവും. അപ്പം എനിക്ക് സങ്കടം വരും. നമുക്ക് ആർക്കായാലും സങ്കടം വരില്ലേ? നമ്മുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരു സ്ഥലത്ത് പോയി അടിച്ചു നമ്മളിങ്ങനെ പറയും മനസ്സ് അവിടെയായിരിക്കും, ഇവിടെയൊക്കെ പഠിക്കുന്നതേ ഉള്ളൂ. അതേപോലത്തെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതിന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചാലഞ്ച് ഉണ്ടായിരുന്നു എനിക്ക്. അച്ചീവ്മെന്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാവുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഇന്നലെ മെഞ്ഞാന്ന് ഞാൻ എൻ്റെ ഇത്താത്തനോട് ഇത്താത്തനോട് ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ കുറെ ഫംഗ്ഷൻസ് മിസ്സായാൽ എന്താ, ഫൈനലി നമുക്ക് റാങ്ക് കിട്ടിയില്ലേ, അത് മതി നമുക്ക്. അതേപോലത്തെ കുറെ ഫംഗ്ഷൻസ് മിസ്സാവും. ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ കരച്ചിൽ വരും. നമ്മൾ ഇമോഷണൽ ടെർമോയിൽ എന്ന് പറയും അതിന്. അതായത് പല തരത്തിലുള്ള ഇമോഷൻസിൽ കൂടെ നമ്മൾ കടന്നു പോകും. ഹെൽത്ത് ഇഷ്യൂസ് വരും. പിന്നെ ഒബിയസ്ലി ചില സമയത്തൊക്കെ കരച്ചിലൊക്കെ വരും, ഒറ്റപ്പെട്ടതുപോലെയൊക്കെ ഫീൽ ചെയ്യും. കാരണം ഈ UPSCയുടെ സിലബസ് എപ്പോഴും ഹിസ്റ്ററിയും പൊളിറ്റിക്സ് എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ സബ്ജക്റ്റും നമ്മൾ സെയിം തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് മടുക്കും, ഇട്ടിട്ട് പോയാലോ എന്ന് തോന്നും. പക്ഷേ ആ പോയാലോ എന്ന് തോന്നുന്നതിന് തെറ്റില്ല, പക്ഷെ പോയാൽ തീർന്നു, പിന്നെ തിരിച്ചു വരാൻ പാടാണ്. സോ എൻ്റെ മെയിൻ വെല്ലുവിളികൾ എന്ന് പറയുന്നത് കൺഫ്യൂഷൻസ്, അതേപോലെ ഇമോഷണൽ വെല്ലുവിളികൾ, അതേപോലെ ടൈമിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല, പക്ഷേ എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് എനിക്ക് റാങ്ക് നേടാൻ പറ്റി. അതിന് നമുക്ക് വേണ്ടത് നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, കോൺഫിഡൻസ് ഉണ്ടാവുക. ചുറ്റുമുള്ള ആളുകൾ പലതും പറയും. നിങ്ങൾക്കറിയാം, എനിക്ക് 31 വയസ്സായി. സോ മാരേജിന് വേണ്ടി ചിലപ്പോൾ നിർബന്ധിക്കും. ഇവിടെയുള്ള പാരൻസിനോട് കൂടിയിട്ട് എനിക്ക് പറയാനുള്ളത്, പെൺകുട്ടികളുടെ കേസിലാണെങ്കിലും ആൺകുട്ടികളുടെ കേസിലാണെങ്കിലും അവരെ ഫാമിലി മാരേജ് എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിൾ ഒരു ഉത്തരവാദിത്വം ആയിരിക്കുമല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ. വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്ക് പഠിച്ച് ഒരു ജോലി ആവാണ്ട് അറ്റ്ലീസ്റ്റ് അവർ എന്തൊക്കെയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാണ്ട് കല്യാണം എന്ന കാര്യത്തിനെ പറ്റി ചിന്തിക്കരുത്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം വൺസ് നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. എൻ്റെ നമ്മുടെ മുന്നിലൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. സോ എസ്പെഷ്യലി ഗേൾസ്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. 1 വർഷത്തോളം കോച്ചിങ് എടുത്തു. പിന്നെ അതിനുശേഷം കുറേ ആൻസേഴ്സ് എഴുതും, പ്രാക്ടീസ് ടെസ്റ്റ് എഴുതും. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ വർഷവും നമുക്ക് എവിടെയൊക്കെയാണോ പാളിച്ചകൾ പറ്റുന്നത് ആ പാളിച്ചകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുക. കാരണം ഞാൻ ആദ്യം 2023 പ്രിലിംസ് കിട്ടി, മെയിൻസ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു സ്റ്റേജ് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. രണ്ടാമത്തെ സ്റ്റേജിലോട്ട് എത്ര നേരം വായിക്കും? പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ബുക്കുകളാണ് നിങ്ങൾ വായിക്കുക? ഞാൻ പൊതുവെ എനിക്ക് നിങ്ങളോട് തന്നെയാണ് പറയാനുള്ളത്. അതായത് നമ്മളിങ്ങനെ ഇത്ര മണിക്കൂർ ഞാൻ പഠിച്ചിരിക്കും എന്നതല്ല നമ്മുടെ ടാർഗറ്റ് ആവുന്നത്. മിനിമം ഇത്ര മണിക്കൂർ പഠിക്കണം. ചിലപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ്, ചില ദിവസം നല്ല മൂഡായിരിക്കില്ല പഠിക്കാൻ, ചില ദിവസം ഒന്നും ചെയ്യാൻ തോന്നില്ലല്ലോ. പക്ഷെ ഒന്നും ചെയ്യാൻ തോന്നാണ്ടിരിക്കരുത് കേട്ടോ. ഞാൻ പറയുന്നത് 2 മൂഡുണ്ടാകും. നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എനർജി ആയിരിക്കും പല ദിവസങ്ങളിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അത്രയും പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മിനിമം ഒരു 6 മണിക്കൂർ ഞാൻ പഠിക്കാനിരിക്കും. മിനിമമാണ് 6 മണിക്കൂർ. ചിലപ്പോൾ 8 ആവും, 10 ആവും. പരീക്ഷ അടുത്ത് വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ 11-12 മണിക്കൂർ നമ്മളിരിക്കും എന്ന് പറയാം. അതായത് നമ്മളെ +1 +2 വരെയുള്ള NCERT ടെക്സ്റ്റ് ആണ് നമ്മൾ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം
അത് ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് സിലബസ് എല്ലാം വരുന്നത്. ഹിസ്റ്ററി ആവട്ടെ, ജോഗ്രഫി ആവട്ടെ, എക്കണോമിക്സ് ആവട്ടെ, പൊളിറ്റി ആവട്ടെ, എല്ലാ സബ്ജക്റ്റും NCERT ആണ് ഫണ്ടമെന്റൽ, അതായത് ബേസ് എന്ന് പറയുന്നത് NCERT. പിന്നെ പത്രം വായിക്കും. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യും, ഡെയിലി പത്രം വായിക്കും, പിന്നെ NCERT ടെക്സ്റ്റ് വായിക്കും, പിന്നെ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യും, പിന്നെ ഓരോ മെറ്റീരിയൽ ഓരോ സബ്ജക്റ്റിനും ഒരു സ്റ്റാൻഡേർഡ് ബുക്സ് വരെ വെച്ചിട്ട് അങ്ങനെ റെഫർ ചെയ്തെടുക്കും. ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പേരൊന്നും പറയാത്തത് നിങ്ങൾ ആ ലെവലിൽ പ്രിപ്പറേഷനൊന്നും നിങ്ങൾ എത്തിയിട്ടില്ല. ഓക്കെ, സോ ബേസ് ആയിട്ട് വേണ്ടത് NCERT പ്ലസ് കറണ്ട് അഫയേഴ്സ്. ഈ രണ്ട് കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതാണ് ഇപ്പോഴും നിങ്ങൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പോകണമെന്നല്ല, പക്ഷേ ഒരു സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ടെക്സ്റ്റുകളിൽ നിന്നാണ്. IAS പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫാമിലിയുടെ റിയാക്ഷൻ കാരണം ഞാൻ പഠിച്ചത് വില്യാപ്പള്ളി MJ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. അപ്പോൾ ഞാൻ 10th പഠിക്കുമ്പം എൻ്റെ ഒരു സാറുണ്ട്, ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ അറിയായിരിക്കും, ഹരീന്ദ്രനാഥ് എന്ന് പറയും. സാർ എൻ്റെ ഉമ്മാനോട് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയായിരുന്നു, എൻ്റെ ഉമ്മാനോട് പറയായിരുന്നു എന്നെ കൊണ്ട് കുട്ടീനെ സിവിൽ സർവീസ് പഠിപ്പിക്കാൻ വേണ്ടി വിടണം എന്നുള്ളത്. എൻ്റെ സ്വപ്നത്തിൽ പോലും, അതായത് നിങ്ങൾ ഈ ഇരിക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, ഈ പ്രായത്തിലാണ് എൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ എൻ്റെ ഒരു സാർ ഐഡന്റിഫൈ ചെയ്ത് തരുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു എത്ര മനസ്സിലാക്കുന്നുള്ളത്. അതായത് നമ്മൾ ഈ